അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ മാസം നെറ്റ്ഫ്ലിക്സിൽ ഒരു സൂപ്പർ വെബ് സീരീസ് ഇറങ്ങി, മുസാഫിർ കഫേ. നല്ല വിഷ്വലി ബ്യൂട്ടിഫുൾ വെബ് സീരീസാണ്. ഇതിൽ പ്രധാന കഥാപാത്രം ചന്ദർ, സുധ, ദെൻ പ്രീതി. ഇവരാണ് ഈ വെബ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചന്ദർ ഭോപ്പാലിൽ ഒരു ലോജിസ്റ്റിക് കമ്പനി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ മറ്റൊരു സ്വപ്നമുണ്ട്. അതായത് ഒരിക്കൽ ജോലിയൊക്കെ ഉപേക്ഷിച്ച് മൗണ്ടൻസിൽ പോയിട്ട് ഒരു ചെറിയ കഫേ തുടങ്ങണം, ശാന്തമായിട്ട് ജീവൻ ജീവിക്കണം. ഇതാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ട് പുള്ളിയെ ഈ കല്യാണം കഴിക്കാൻ ഭയങ്കര നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് പുള്ളി സുധയെ പരിചയപ്പെടുന്നത്. സുധ ഒരു ലോയറാണ്. പുള്ളിക്കാരൻ സ്വന്തം കരിയർ വിട്ടുകൊടുക്കാനോ അങ്ങനെ എന്താ പറയുന്നത്, മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല. പുള്ളിക്ക് കാര്യത്തിന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുള്ള പെൺകുട്ടിയാണ്. അത് ആദ്യ കൂടിക്കാഴ്ച തന്നെ ഇരുവരും വ്യത്യസ്ത സ്വഭാവക്കാരനാണെന്ന് അവർ മനസ്സിലാക്കും. പിന്നെ പോകെ അവരടുപ്പത്തിലാകും. സൗഹൃദം പിന്നീട് പ്രണയമാകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സുധ ചന്ദറിനൊപ്പം താമസിക്കാൻ തുടങ്ങും. അവർ ജീവിക്കുകയും അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവർ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നും സ്വപ്നം കാണുകയും ചെയ്യുന്നു. ചന്ദർ ആഗ്രഹിക്കുന്ന കുടുംബവും കുട്ടികളെക്കാട്ട് ശാന്തമായുള്ള ജീവിതം. സുധയ്ക്കുന്നത് സ്വന്തം കരിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവൾക്ക് മുംബൈയിൽ നല്ലൊരു ജോലി അവസരം കിട്ടുന്നു. അത് പുള്ളിക്കാരുടെ കരിയറിൽ തന്നെ വലിയൊരു ടേൺ പോയിൻ്റാണ്. അപ്പം ചന്ദറിനാണെങ്കിൽ സുധയെ തടയാൻ ആഗ്രഹമില്ല. പക്ഷെ അവൾ പോയാൽ അവരുടെ ബന്ധം തകരുമോ എന്നൊരു ഭയം ഈ പുള്ളിക്കാരനുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവർ മുസൂറിലേക്ക് ഒരു യാത്ര പോകും. അതായത് ചന്ദറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായ കഫേ തുടങ്ങാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ടാണ് അവർ അവിടെ പോകുന്നത്. അവിടെ വെച്ചിട്ട് ഒരു മാർക്ക് പിന്നെ നീലിമ ഇവരെ പരിചയപ്പെടും. ഇതൊരു പ്രായമായ ദമ്പതികളാണ്. അങ്ങനെ ഇവരുടെ ഈ നീലിമയുടെയും ഈ മാർക്കിൻ്റെയും ലൈഫ് ചന്ദറിനെ വല്ലാണ്ടങ്ങ് ഇൻസ്പയർ ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സുധ തന്നെ മുംബൈയിൽ ജോലിയൊക്കെ സ്വീകരിക്കാനായിട്ട് അങ്ങനെ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ചന്ദറും സുധയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങും. സുധയ്ക്കാണെങ്കിൽ തൻ്റെ ഡ്രീംസ് ഒന്നും ഉപേക്ഷിക്കാനുള്ള തയ്യാറല്ല. ചന്ദറിനാണെങ്കിൽ അവളെ നഷ്ടപ്പെടാനും കഴിയില്ല. പിന്നെ ഈ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള രണ്ടുപേരും കാഴ്ചപ്പാടിൽ രണ്ടാണ്. ഒടുവിൽ അങ്ങനെ രണ്ട് വഴിക്കാണ്. വർഷങ്ങളൊക്കെ കടന്നു പോകുന്നു. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം ചന്ദറിൻ്റെ ജീവിതം നല്ല ചേഞ്ച് ഉണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ മുസൂറിൽ പുതിയൊരു കഫേയൊക്കെ തുടങ്ങി നല്ല സെറ്റായിട്ട് ജീവിക്കുകയാണ്. കഫേയുടെ പേര് മുസാഫിർ കഫേ. പുള്ളിക്കാരൻ്റെ കൂടെ ഇപ്പം പ്രീതിയുണ്ട്. പ്രീതിയും ചന്ദറും ചേർന്ന് കഫ നടത്തുന്നത്. ഇരുവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് നോക്കുമ്പം ചന്ദറിൻ്റെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ പുള്ളിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ സുധ ഇപ്പോഴും സുധയുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ സുധ മറന്നിട്ടുമില്ല. അതേസമയം സുധ തൻ്റെ ജീവിതത്തിലും ഒരുപാട് മുന്നോട്ട് പോയി. അവൾ വിജയിച്ചൊരു നല്ലൊരു ലോയറായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളിക്കാരി വിനീത് എന്ന് പറഞ്ഞൊരു പുതിയൊരാളുടെ ബന്ധത്തിലാണ്. അങ്ങനെ പുള്ളിക്കാരി വിനീതും ഒപ്പം സിംഗപ്പൂർ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കെ 8 വർഷങ്ങൾക്ക് ശേഷം ചന്ദറിനെ കാണാൻ സുധ വീണ്ടും എത്തുന്നു. അങ്ങനെ ആ മീറ്റപ്പിൽ അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. 8 വർഷമായിട്ട് പറയാതെ കിടന്ന പല കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിക്കുന്നു. സുധ ഒരിക്കൽ മുസാഫിർ കഫേ വന്നിരുന്നെന്നും അവിടെ ചന്ദറും പ്രീതി ഒരുമിച്ച് കണ്ടെന്നും അതുകൊണ്ട് താൻ ചന്ദറിൻ്റെ അരയൊക്കെ തിരിച്ചു പോയെന്നുള്ളൊരു സത്യം ചന്ദറോടെ മനസ്സിലാക്കുന്നുണ്ട്. നേരെ ചന്ദറും ഈ സുധയെ കാണാനായിട്ട് മുംബൈ പോകുന്നു. അവളവിടെ വലിയ സക്സസ്ഫുള്ളി ആയിട്ട് ജീവിച്ചെന്ന് കാണുമ്പോൾ ചന്ദർ അത് ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, അതായത് 8 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ആ ഒരു ലവ് എന്ന് പറയുന്നത് ഇതുവരെ തീർന്നിട്ടില്ല. സുധയുടെ ജീവിതത്തിലും എന്തൊക്കെയോ ഒരു ബ്ലാങ്ക് പോയിൻറ്റ്സ് ഉണ്ട്. ചന്ദറിനാണെങ്കിൽ ഇപ്പോഴും സുധയോടുള്ള ആ ഒരു വികാരം ഇപ്പോഴും ചന്ദറിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചന്ദറിൻ്റെ ലൈഫിൽ ഇപ്പോൾ പ്രീതിയുണ്ട്. അവളാണെങ്കിൽ ചന്ദറിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പുള്ളിക്കാരി അവനോടൊപ്പം ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ ആഗ്രഹിക്കുന്ന പുള്ളിക്കാരാണ്. അങ്ങനെ ആ ഒരു മൊമെൻ്റ് എത്തി. ചന്ദർ അവസാനം 2 പേർക്കുള്ളിൽ കുടുങ്ങി. അതായത് ഒരു വശത്ത് തൻ്റെ പഴയ പണം സുധ, മറുവശത്ത് ഞാൻ ഇപ്പോഴും കെട്ടിപ്പടുന്ന ജീവിതം, അതായത് പ്രീതിയുമായിട്ട് ലൈഫ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ചന്ദറിന് ആ മാർക്ക് വന്നിട്ടൊരു മോതിരം കൊടുക്കുന്നുണ്ട്. ഈ മോതിരം പ്രീതി കണ്ടെത്തും. അപ്പോൾ പ്രീതി അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുകയെന്നൊരു ടെൻഡൻസി, ഒരു മെൻറ്റാലിറ്റി പ്രീതിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ചാന്ദർ കൺഫ്യൂഷനിലാണ്. പുള്ളിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളതിനൊരു കൺഫ്യൂഷനിലെത്തിയിരിക്കുകയാണ് ചാന്ദർ. അങ്ങനെ കഥയുടെ അവസാനത്തോടെത്തുമ്പോഴേക്കും ചാന്ദറും സുധയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ചാന്ദർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും കാലം നമ്മുടെ ബന്ധത്തിൽ പ്രധാനപ്പെട്ട തീരുമാനം എല്ലായിടത്തും നീയായിരുന്നു, ഇനി തീരുമാനം എടുക്കാൻ പോകുന്നത് ഞാനായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ വ്യൂവേഴ്സ് കൺഫ്യൂഷനാണ്. അതായത് അവൻ സുധയെ തിരഞ്ഞെടുക്കുമോ അതോ പ്രീതിയോടൊപ്പം തുടരുമോ, അതിനുള്ളൊരു സ്റ്റോറി നമുക്ക് കിട്ടത്തില്ല. അതിനകത്ത് നമ്മളും കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധയുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുന്നത്
പങ്കാളി വിനീത് അവളെ കാണാനായിട്ട് ഈ മുസാഫിർ കഫയിലെത്തുന്നു. അപ്പം അവിടെ കൊണ്ട് സ്റ്റോറി അവർ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ വ്യൂവേഴ്സിന് കുറേ ചോദ്യങ്ങൾ തന്നിട്ടാണ് അവർ ഈ സ്റ്റോറി വൈൻഡപ്പ് ചെയ്യുന്നത്. എപ്പിസോഡ് ഇനിയും വരും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ചന്ദർ തൻ്റെ പഴയ പ്രണയത്തിൽ തിരിച്ചു പോകുമോ, അതോ പ്രീതിയോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിതം തിരഞ്ഞെടുക്കുമോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സീരീസിൽ ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസാണ്. മൗണ്ടൻസും നല്ല മൂടൽമഞ്ഞ റോഡുകൾ, നല്ല ചെറിയ കഫേ, ടൗൺ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ നല്ല കിട്ടിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ അതിൻ്റെ വിഷ്വലും മൂഡിനൊത്ത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM നല്ല ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അതായത് സീനിൻ്റെ ഇമോഷൻസ് അനുസരിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര രസമാണ്, നല്ല കണക്ടിവിറ്റിയാണ്. അപ്പം സ്റ്റോറിക്കും ഒപ്പം ഇതിൻ്റെ വിഷ്വൽ അറ്റ്മോസ്ഫിയറിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കെന്നെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ലൊരു വെബ് സീരീസാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 10 എപ്പിസോഡിൽ സീസൺ 1 ഇറങ്ങിയിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.